സോ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചുള്ള ഒരു കറിയാണ്. സോ ആദ്യം തന്നെ നമുക്ക് സോയ ചങ്ക്സ് എടുത്ത് ഒരു കടായിൽ വെള്ളം ഒഴിച്ചതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വേറൊരു ബൗളിലാക്കി വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി പിഴിഞ്ഞ് വെക്കാം. അതിന് ശേഷം നമുക്ക് വേണ്ടതാണ് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി കുറച്ച്, മല്ലിപ്പൊടി കുറച്ച്, പിന്നെ ഗരം മസാല, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. അതൊന്ന് മിക്സാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാനിൽ കുറച്ചൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ട സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരിച്ചിരി ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു 2 സവാളയാണ്. അത് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞിട്ട് നമുക്കതും ഈ പാനിനകത്തോട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. അതൊന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മുമ്പേ മാറ്റി വെച്ച സോയ ചങ്ക്സും കൂടെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാം കൂടെ ഇളക്കി മിക്സാക്കാം. അതൊന്ന് കുറച്ച് നേരത്തേക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ 2 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് പേസ്റ്റാക്കി അരച്ച് നമുക്ക് അതും ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു 5-8 കാഷ്യൂനട്ട്സ് ആണ് എടുത്തേക്കുന്നത്. അതൊന്ന് അരച്ചെടുത്ത് വെള്ളം പോലാക്കി നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നൊരു ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ കറി ഇവിടെ റെഡിയാകും. സോ നിങ്ങളിതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.